ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അബൂബക്കറുടെ വീട്ടിൽ വന്ന് മതപുരോഹിതന്മാർ സുബൈദയോട് ചോദിക്കുന്നു നൂർജഹാനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ. നിങ്ങൾ തമ്മിൽ വീട്ടിൽ സംസാരിക്കുമ്പോൾ നൂർജഹാൻ എന്തെങ്കിലും ഈ നിക്കാഹിനെ കുറിച്ച് ഇഷ്ടക്കേടോ വല്ലതും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സുബൈദ അത് പിന്നെ എന്നും പറഞ്ഞ് പറയാനൊരുമ്പോൾ ഉടനെ അബൂബക്കർ സുബൈദയെ പറയാൻ വിടുന്നില്ല. അബൂബേക്കർ പറയുക, ഹസിനിക്ക, അവളുടെ ഇഷ്ടത്തിന് പോകാനല്ല നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അവൾ എവിടാണെന്ന് കണ്ടുപിടിച്ച് എൻ്റെ മകൻ നസീറിനെ കൊണ്ട് കെട്ടിക്കാനല്ലേ. പിന്നീടൊരു ചോദ്യം ഉണ്ടാവരുതല്ലോ. സുബൈദ പെട്ടെന്ന് അങ്ങോട്ട് കയറി പറയുവാണ്, കല്യാണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പം തന്നെ നൂറ് പറയുവാനും പഠിക്കണമെന്ന് മാത്രമായിരുന്നു. അത് കേട്ടതും അബൂബക്കർ ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് സുബൈദയുടെ നേരെ അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് പഠിച്ചോടി അവള്, നീ ഒറ്റ ഒരുത്തി കാരണം അവളിങ്ങനെ തോന്നിവാസത്തി പോയത്. അതുകൊണ്ടേ അകത്ത് കിടക്കുന്ന നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അയാളോട് നീ തന്നെ ചെന്ന് പറ, നീ കാരണമാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന്. ഇതിൽ ഞങ്ങൾക്ക് ബാപ്പയ്ക്കും മകനും ഒരു ബന്ധമില്ലെന്ന് നീ ചെന്ന് പറ നിന്റെ ആങ്ങളയോട്. ഓടി പോയി പറ. എന്ത് ചെയ്യാനാ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് ഓരോരോ ഇടാകൂടങ്ങളിങ്ങനെ ഒപ്പിക്കുന്നത്. അതിൻ്റെ പുറകിൽ ഓടാനോ ഈ ഞങ്ങൾ മാത്രം. അകത്തെ മുറിയിൽ തളർന്നു കിടക്കുന്ന നമ്മുടെ സുബൈർ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ കിടക്കുവാണ്. സുബൈദ അടുത്തിയെന്ന് കരയുവാണ്. ഇക്ക, ഇതെല്ലാം കേട്ടില്ലേ, ഞാനാ നൂറിനെ ഇങ്ങനെയൊക്കെ ആക്കിയതെന്ന്. അവൾക്ക് നല്ലത് മാത്രം വരണേന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇക്ക. അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. തളർന്നു കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുബൈറെ നോക്കിയിട്ട് സുബൈദ വീണ്ടും കരയുവാണ്. ഇക്ക, ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ, ഞാൻ എന്ത് ചെയ്യൂ ഇക്ക. അത് കേട്ടോണ്ട് അബൂബക്കർ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ബാപ്പയ്ക്കും മോനും സമൂഹത്തിൽ നാണക്കേടുണ്ടാക്കി വെച്ചിട്ട് നീ നിന്ന് അഭിനയിക്കുന്നോടി. അങ്ങനെ ഇപ്പൊ നീ നല്ല പിള്ള ചമയണ്ടാടി. ആങ്ങളയ്ക്കെല്ലാം കാണാമല്ലോ, വാ കൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല ഉള്ളു. നൂർജഹാൻ ഇവിടെ ഓടിപ്പോകാൻ വേണ്ടി നീ കൂട്ടുനിന്നില്ലേ, അതിന് നിന്റെ ഇക്കാക്കയുടെ മുന്നിലിട്ട് നിന്നെ ഞാനിപ്പോ തല്ലാൻ പോവാടി. പുറത്തുള്ള നാട്ടുകാരെ ഈ വീട്ടിൽ കയറ്റിയതിന് അതിന് ഞാൻ നിനക്ക് വേറെയും തരുന്നുണ്ടടി. സുബൈദയാണെങ്കിൽ പേടിച്ച് വിറച്ചു നിൽക്കുക. ദേ ഇപ്പൊ നീ ഇത് വാങ്ങിച്ചോടി തൽക്കാലം എന്നും പറഞ്ഞ സുബൈദയുടെ ചെവിക്കുറ്റിക്ക് ഒരു ഒറ്റ അടി. എന്നിട്ട് പറയുന്നു, അടി നിന്റെ കവിളത്താണെങ്കിൽ വേദനിക്കുന്നതുണ്ടല്ലോ നിന്റെ ഇക്കാക്കയുടെ ചങ്കിലായിരിക്കണം. കണ്ണിക്കൂടെ ഒരു പൊന്നീച്ച പറന്ന പോലാണ് സുബൈദ കവിളും തപ്പി പിടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെയും ഒരു ദയദാക്ഷിണ്യം ഇല്ലാതെ അബൂബക്കർ അവളുടെ ചെവിക്കുറ്റിക്ക് വീണ്ടും അടിക്കുവാണ്. അവളെ കിട്ടുന്നത് വരെ നിന്ന് ഞാൻ തല്ലുപടി, എൻ്റെ ദേഷ്യം തീരുന്നത് വരെ തല്ലും എന്നും പറഞ്ഞ് വീണ്ടും ഇട്ട് അവൻ അടിക്കുവാണ് സുബൈദയുടെ കവിളത്ത്. നമ്മുടെ സുബൈറാണെങ്കിൽ പാവ സങ്കടത്തോടെ മുകളിലോട്ട് നോക്കി കണ്ണിക്കൂടെ കണ്ണുനീരൊഴുകുവാണ്. ഇടി ഒരുമ്പട്ടവളെ, നിന്നെ കൊല്ലുവടി ഞാൻ എന്നും പറഞ്ഞ് സുബൈദയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ സുബൈറിന്റെ വിരലുകളൊക്കെ ഇങ്ങനെ പതുക്കെ അനങ്ങുന്നുണ്ട്. നീ കാരണം ഞാനും എൻ്റെ മകനും സമൂഹത്തിൽ നാണം കെട്ട്, നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തിലടി, ഇന്ന് തന്നെ നിന്റെ മയ്യത്താടി എന്നും പറഞ്ഞ് വീണ്ടും കൈ ഓങ്ങുമ്പോൾ നമ്മുടെ സുബൈർ വാ തുറന്ന് പറയുവാണ്, തൊട്ടുപോകരുത് അവളെ. സുബൈർ അങ്ങനെ പറയുകയും സുബൈദയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരുന്ന ആ കൈ അങ്ങ് വിട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാണ് സുബൈറെ. സുബൈദയ്ക്കാണെങ്കിൽ സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാനാകാതെ അവളിങ്ങനെ അന്തം വിട്ട് വായുമ്പൊളന്ന് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. സുബൈദ സന്തോഷത്തോടെ കരഞ്ഞോണ്ട് തന്നെ സുബൈറെ കെട്ടിപ്പിടിച്ചിട്ട്, ഇക്കാക്ക ഇനി എന്തെങ്കിലൂടെ പറയിക്കാക്ക, എൻ്റെ ഇക്കാക്ക സംസാരിക്കാക്ക എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എൻ്റെ പൊന്നിക്കാക്കയല്ലേ, എന്തെങ്കിലൂടെ പറയിക്കാക്ക. പക്ഷെ സുബൈർ ഒന്നും മിണ്ടുന്നില്ല. സുബൈർ ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഈ സമയത്ത് സത്യയും പപ്പിയും കൂടെ ശാലിനിയും വിഷ്ണുവും കാണാതെ മിന്നാമിനുങ്ങളുടെ പുറകിനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പപ്പി, നീ ഒന്ന് വേഗം വാ, വേണ്ട അവിടെ നിറയെ മിന്നാമിനിങ്ങളുണ്ട്, നമുക്ക് ഒന്നിനെയെങ്കിലും പിടിക്കണം പപ്പി എന്നും പറഞ്ഞ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ശാരദാമ്മയുടെ വീട്ടിലിങ്ങനെ നൂർജഹാൻ കട്ടിലിരിക്കുവാണ്. ശാരദാമ്മയെ പുതയ്ക്കാൻ ഒരു ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നൂർജഹാനോട് പറയുന്നു, മോക്ക് രാത്രി പുതച്ചാണോ ഉറങ്ങാറ് ശീലം, എങ്കിൽ ഈ ബെഡ്ഷീറ്റൂടെ പുതച്ചോ. പിന്നൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇന്ന് മോൾ എൻ്റെ കൂടാണ് കിടക്കുന്നത്, മോക്ക് അതിനകത്ത് വല്ല വിഷമമുണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഴപ്പവും കേട്ടോ. അപ്പോൾ ശാരദാമ്മേ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് അനൂപ് അങ്ങോട്ട് വരുവാണ്. ഒരു കള്ളച്ചിരിയോടെ നമ്മുടെ ശാരദാമ്മ പറയുന്നു, നിനക്കെന്താടാ ഈ ബെഡ്റൂമിൽ കാര്യം, ഇവിടെ ഞങ്ങൾ അമ്മയും മോളോട് അങ്ങ് കിടന്നോളാം. അതല്ല ശാരദാമ്മേ, ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു. എന്താടാ, അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന്, എന്നോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്നാ പറഞ്ഞത്. എടാ, അതെങ്ങനെ ശരിയാകും? ഈ കൊച്ചിനെ നീ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് നീ തന്നെ ബാംഗ്ലൂരിലോട്ട് പോകുന്നത് ശരിയാണോ? ഒന്നുകിൽ നീ നൂർജഹാനെയും കൂട്ടിയിട്ട് ബാംഗ്ലൂരിൽ പോകണം,
ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ശാലിനി വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അല്ലാതെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേ എന്നെ ഇങ്ങനെ ബലിയാടാക്കിയിട്ട് നീ പോകാന്ന് വിചാരിച്ചാൽ അത് പറ്റത്തില്ല. ശാരദാമ്മ, ഇപ്പോഴത്തെ ഇങ്ങനൊരു സാഹചര്യമായിട്ടാ അമ്മയുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആയിട്ട് അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ ശാരദാമ്മേ. അതെനിക്ക് ഇനിയും കുറച്ച് സമയം കൂടി വേണം ശാരദാമ്മേ. ശാരദാമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടാ, നീ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ സമയമൊന്നും നീ നോക്കിയില്ലല്ലോടാ. ഞാൻ പറഞ്ഞില്ലയോ ശാരദാമ്മേ, സംഭവിച്ചു പോയി. ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ അല്ല കാര്യങ്ങളൊന്നും നടന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നേ പറയാനുള്ളൂ, ശാലിനി വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നീ പോയാ മതി. ഇതിപ്പോ ഈ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞെന്നല്ലേ പറഞ്ഞത്. ഇനി അവരെങ്ങാണോ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നാലോ? ശാരദാമ്മ മുഴുക്ക പറഞ്ഞു തീർന്നില്ല. ദാ അപ്പോഴേ ചന്ദ്രബോസും അവന്റെ പടയാളി സൈന്യങ്ങളും എല്ലാം കുറെ പോലീസ് ജീപ്പോട്ട് അവിടെ വന്നിട്ടുണ്ട്. ചന്ദ്രബോസ് കൂടെ വന്ന പോലീസുകാരോട് പറയുന്നു, എടോ, രണ്ടുപേര് ബാക്കിലോട്ട് പോട്ടെ, രണ്ടുപേര് ഇങ്ങോട്ട് മാറി നിൽക്കും, ഇപ്പൊ തന്നെ വിഷ്ണുവിനെ പിടിച്ചു കെട്ടും എന്ന ഭാവത്തിലാണ് ചന്ദ്രബോസും കുറെ പോലീസുകാരോട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ചന്ദ്രബോസ് വന്ന് കതകെ തട്ടിയിട്ട് ചോദിക്കുന്നു, ഇവിടെ ആരും ഇല്ലയോ എന്നിങ്ങനെ ഒച്ചത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ ശാരദാമ്മ വന്ന് കതവ് തുറക്കുവാണ്. ശാരദാമ്മയുടെ ഉള്ളിലൊരു തീ കത്തുവാണ്. ദൈവമേ, ആ പെൺകൊച്ചിന്റെ വീട്ടുകാർ പണി പറ്റിച്ചല്ലോ. ഇവർ അന്വേഷണത്തിന് വന്നതാണോ? ചന്ദ്രബോസ് ആണല്ലോ വന്നിരിക്കുന്നത്. എന്ത് പറയും എന്നിങ്ങനെ ഒരു പേടിയുണ്ടെങ്കിലും ശാരദാമ്മ കുറച്ച് ധൈര്യം സംഭരിച്ചിങ്ങനെ നിൽക്കുവാണ്. ചന്ദ്രബോസ് പറയുക, ഒരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് വന്നതാണ്, ശരിയാണോ അല്ലയോ എന്നൊന്ന് ഉറപ്പാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശാരദാമ്മ പറയുക, എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെയും കുറ്റങ്ങളൊന്നും ചെയ്തായിട്ട് എനിക്കറിയില്ല. പിന്നെ എന്താണാവോ ഈ വരവിൻ്റെ ഉദ്ദേശം? ഈ കുറ്റം ചെയ്യുന്നതിനേക്കാൾ കുറ്റമാണ് ഈ കുറ്റം ചെയ്തവരെ ഒളിപ്പിക്കുന്നത് എന്ന് ചന്ദ്രബോസ് പറയുക. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ശാരദാമ്മയ്ക്ക്. അപ്പൊ ശാരദാമ്മ മനസ്സിൽ വിചാരിക്കുക, ദൈവമേ, അപ്പോഴേ അവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ചന്ദ്രബോസ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഏത് രീതിയിലായാലും ചന്ദ്രബോസിനെ തടഞ്ഞേ പറ്റൂ എന്നിങ്ങനെ ശാരദാമ്മ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ചന്ദ്രബോസിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആരോ ചന്ദ്രബോസിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ചന്ദ്രബോസ് പറയുന്നത്, ഞാനൊരു അർജന്റ് എൻക്വയറി ആയിട്ട് വന്നിരിക്കുവാണ് എന്നൊക്കെ സംസാരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ശാരദാമ്മ അകത്തോട്ട് വന്ന് നൂർജഹാനെയും അനൂപിനെയും ആ റൂമിൽ നിന്ന് മാറ്റുവാണ്. അങ്ങനെ നൂർജഹാനെ അനൂപിനെ ഒരു മുറിയിൽ കൊണ്ടാക്കിയിട്ട് ചന്ദ്രബോസ് വന്നിട്ടുണ്ട്. നിങ്ങളെ തിരക്കിയായിരിക്കും, ഒരു കാരണവശാലും നിങ്ങൾ ഈ റൂം വിട്ട് പുറത്ത് വന്നേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രബോസ് അകത്തോട്ട് വരുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നത്, സാർ അകത്ത് വന്ന എന്തിനാ? അതെ, ഞങ്ങൾക്ക് ഇതിനകം എല്ലാം നരിച്ചു പറിച്ച് പരിശോധിക്കണം, എടോ ഇതിനകം മുഴുക്ക പരിശോധിക്കണം എന്നിങ്ങനെ ചന്ദ്രബോസ് മറ്റുള്ള പോലീസുകാരോട് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നത്, നിർത്ത് സാറേ, ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ കയറി വന്ന അതിക്രമങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? കേരള പോലീസിന് ഏത് വീട്ടിലും ഏത് സമയത്തും കയറാമെന്നുള്ള ലൈസൻസ് വല്ലതും ഉണ്ടോ? എങ്കിൽ എനിക്കതൊന്ന് അറിയണം സാറേ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ആ ചേറയിലോട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് പറയുക, വീട്ടിൽ ഒറ്റയ്ക്കാണോ, അകത്ത് വേറെ ആരെങ്കിലും കയറ്റി താമസിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ചാലല്ല ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. എടോ, കയറി നോക്കടോ എന്ന് പോലീസുകാരോട് പറയുമ്പോൾ ശാരദാമ്മ വീണ്ടും പറഞ്ഞു, സാറേ, ഇത് മര്യാദകേടാ. അപ്പോൾ മര്യാദകേട് കാണിക്കുന്നവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നത് മര്യാദകേടല്ലയോ? അപ്പൊ അത്രയ്ക്കും പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയായി പോലീസുകാരിരിക്കുന്നത്. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാലോ. ചന്ദ്രബോസ് ഒരു മുറിക്കകത്തോട്ട് പോകാൻ വരുമ്പോൾ ശാരദാമ്മ പറയുന്നു, സാർ അവിടെ നിന്നേ, ഇതൊരു പൂജാമുറിയാണ്. ഞാൻ വളരെ പരിശുദ്ധമായിട്ട് ഭാവനമായിട്ട് സൂക്ഷിക്കുന്ന റൂമാണിത്. ഇതേ സാറ് നാടായ നാടെല്ലാം ചുറ്റിത്തിരിഞ്ഞ ഈ കാലം കൊണ്ടേ ആ റൂമിനകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീടിന് തീയിടും. സാർ അതിന് സമാധാനം പറയേണ്ടി വരും. സാറ് തയ്യാറാണെങ്കിൽ കയറിക്കോ. പിന്നെ ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന ഈ സ്ഥലത്തിലോട്ട് സാറ് വരുമ്പോഴേ കുറെ പോലീസുകാരോട്ട് വരുമ്പോൾ മരുന്നിനെങ്കിലും ഒരു വനിതാ പോലീസിനോടെ കൊണ്ടുവരണ്ടേ സാറേ? ചോദ്യങ്ങളിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെങ്കിലും. പക്ഷെ അതുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ സാറേ സാർ ഈ സെർച്ച് എന്നും പറഞ്ഞ് വരുമ്പോൾ ഞാൻ എൻ്റെ വീട് ഇങ്ങനെ തുറന്നു തരുന്നത്? ചന്ദ്രബോസിന്റെ കൂടെ വന്ന CI പറയുന്നുണ്ട്, സാറേ, ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. നമ്മുടെ കൂടെ ആണെങ്കിൽ വനിതാ പോലീസും ഇല്ല. വനിതാ പോലീസിനെയും കൊണ്ട് വരുന്നതല്ലേ സാറേ ബുദ്ധി? അപ്പോഴേക്കും അകത്ത് പരിശോധിക്കാൻ പോയ പോലീസുകാരൻ പറയുന്നു, സാറേ, ഇവിടെങ്ങും ഇല്ല. ആ, എന്നാൽ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ പോകുന്നു. പക്ഷെ വിഷ്ണു അവൻ മരുമം പറഞ്ഞേരെ, അവൻ എവിടെ പോയി ഒളിച്ചാലും അവന്റെ പിന്നാലെ ഞാനുണ്ടെന്ന്. വിഷ്ണുവോ? അതെന്താ ശാരദാമ്മ ഇപ്പൊ കേൾക്കുവാണോ ആ പേര് ഇങ്ങനെ ഞെട്ടി ചോദിക്കാനായിട്ട്? ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർത്തിട്ടേ അവന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഒന്നും രണ്ടുമല്ല 30 പവന അവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ശാരദാമ്മയ്ക്ക് ഇപ്പോഴാണ് കളി മനസ്സിലായത്. ശാരദാമ്മ നല്ല ധൈര്യത്തോടെ പറയുക, ഓ അപ്പോഴത് ശരി, അപ്പൊ അവനെ കള്ളനാക്കാനുള്ള പരിപാടിയാണ് അല്ലേ സാറേ? ഇത്രയും നാളും ദ്രോഹിച്ചതൊക്കെ പോരായോ സാറേ? ചുമ്മാതൊന്നും അല്ല, അവനെതിരെ പരാതി കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവാണ് എടുത്തിരിക്കുന്നെങ്കിൽ അവനെ പിടിച്ചു നല്ല പണിയും കൊടുക്കും. വിളിക്കവനെ, എവിടാ അവനാ? ഇപ്പൊ അവനെ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ പറയിപ്പിക്കാം. അയ്യോ അങ്ങനെയാണോ സാറേ? അങ്ങനെയാണെങ്കിൽ സാറിനെ ഒരു ചെറിയ യാത്ര പോകേണ്ടി വരും. വിഷ്ണുവും ശാലിനിയും കുട്ടികളും കൂടി ഒരു ടൂറ് പോയിരിക്കുക. അവൻ മടങ്ങി വരുന്നത് വരെ സാറിന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവൻ നിൽക്കുന്നിടത്തോട്ട് സാറിന് പോകാനല്ലേ പറ്റത്തുള്ളു. ചന്ദ്രബോസും കലിയളെ നിൽക്കുക. അവൻ പറയുക, ഒരു വലിയ കളവും നടത്തി ഒരു പെൺകൊച്ചിന്റെ ജീവിതം തകർത്തിട്ടേ അവനിനി നട്ടിൽ നിവർത്തി നടക്കില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ കൊടുത്തോളാം. അവൻ വിളിക്കുവാണെങ്കിൽ പറഞ്ഞേരെ, അവന്റെ നെഞ്ചും കൂടി തകർക്കാനുള്ള കൊട്ടേഷൻ ചന്ദ്രബോസ് കൊടുത്തിരിക്കുവാണെന്ന്. എന്നിങ്ങനെ ശാരദാമ്മയോട് പറഞ്ഞിട്ട് ചന്ദ്രബോസും പോലീസുകാരോട് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ പുറകിനെ എന്നിട്ട് ചന്ദ്രബോസിനെ വിളിക്കുക, സാറേ ഒരു നിമിഷം, വിഷ്ണു സ്വർണം എടുത്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതേ അത് അവൻ വന്നിട്ടേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ കേരള പോലീസ് കൊട്ടേഷൻ എടുത്തു എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴറിയാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം എന്നും പറഞ്ഞ ശാരദാമ്മ 2 കൈയും എടുത്ത് ഇങ്ങനെ തൊഴുത് കളിയാക്കുവാണ്. ആടിളക്കി പുലിയെ പിടിക്കുന്ന ഭാവത്തിലായിരുന്നു ചന്ദ്രബോസും പോലീസുകാരോട് അങ്ങോട്ട് വന്നത്. വിഷ്ണുവിനെ കിട്ടിയോ അതുമില്ല. പോരാത്തതിന് ശാരദാമ്മയുടെ വകയിൽ കളിയാക്കലുടെ കേട്ടപ്പോൾ ആകെ ചമ്മി വിളറി നാണിച്ച് ചന്ദ്രബോസും കൂട്ടരും അങ്ങ് പോവുകയാണ്. അങ്ങനെ അവർ പൊയ്ക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശാരദാമ്മയ്ക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. അനൂപിനെയും നൂർജഹാനെയും പൊക്കാനാ ചന്ദ്രബോസ് വന്നതെന്ന് വിചാരിച്ച് ശാരദാമ്മ അങ്ങനെ ആകെ പേടിച്ച് നിൽക്കുമായിരുന്നു. മിന്നാമിന്നികളുടെ പുറകെ സത്യമോളും പപ്പിമോളും അധിക ദൂരം വന്നു കഴിഞ്ഞ് പപ്പി പറയുന്നുണ്ട്, സത്യം മതി, നമുക്കിനി തിരിച്ചു പോകാം. ഇല്ല പപ്പി, കുറച്ചുകൂടെ നമുക്ക് നോക്കാം, 2-3 നമുക്ക് പിടിക്കാം പപ്പി എന്നും പറഞ്ഞ് വീണ്ടും നടക്കുവാണ്. സത്യേ വേണ്ട, ഞാൻ പറയുന്നത് നീ കേക്ക്, അതുങ്ങളങ്ങ് പൊക്കോട്ടെ. ഇല്ല പപ്പി, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, എനിക്ക് 1-2 കൂടെ വേണം പപ്പി എന്നും പറഞ്ഞ് സത്യ അങ്ങ് സ്പീഡിൽ നടന്നു പോവാണ്. പപ്പിമോൾക്ക് പേടി വരുന്നുണ്ട്. സത്യ അവിടെ നിക്ക് സത്യേ എന്നും പറഞ്ഞ് പപ്പി അവിടെ പുറകെ പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരുടെ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറുവാണ്. അതാണ്ട് ഒരു പുലിയുടെ ശബ്ദം കേൾക്കുന്നു. കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു പുലിയാണ് നിൽക്കുന്നത്. സത്യയ്ക്ക് പേടി തുടങ്ങി. അയ്യോ പപ്പി, ദോണ്ട കടുവ, അത് നമ്മുടെ നേരെ വരും പപ്പി. പപ്പീനി നിൽക്കണ്ട, ഓടിക്കോ പപ്പി, തിരിഞ്ഞു നോക്കണ്ട പപ്പി എന്നും പറഞ്ഞ് 2 മക്കളോട് ഇങ്ങനെ സ്പീഡിൽ ഓടുവാണ്. ആ ഇരുട്ടിലങ്ങനെ തപ്പിത്തടഞ്ഞ ആ മക്കളിങ്ങനെ ഓടുവാണ്. അവരുടെ പുറകിന് തന്നെ പുലിയും പാഞ്ഞു വരുന്നുണ്ട്. പുലിയെ കണ്ട് ഭയന്നോടുന്ന ആ മക്കള് ആ കുന്നിന്റെ മുകളിൽ നിന്ന് 2 പേരും താഴോട്ട് പൊക്കയിലോട്ട് വീഴുവാണ്. ഇതൊന്നും അറിയാതെ ശാലിനിയും വിഷ്ണുവും കെട്ടിപ്പിടിച്ച് പുറത്ത് കടന്നിങ്ങനെ ഉറങ്ങുവാണ്. കാട്ടിൽ വെച്ച് കണ്ട ആ സന്യാസി പറഞ്ഞത് ശാലിനിയുടെ ഓർമ്മയിലെത്തുവാണ്. നിങ്ങൾ കാട്ടുദൈവങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് പോകുന്നത്, നിങ്ങൾ വലിയ ആപത്തിലേക്കാണ് പോകുന്നത്, അതോർത്തിട്ട് പെട്ടെന്ന് ശാലിനി ചാടി എഴുന്നേക്കുവാണ് മക്കളെ എന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് വിഷ്ണുവും ചാടി എഴുന്നേക്കുന്നു. എന്താ ശാലിനി? അത് വിഷ്ണുവേട്ടാ, നമ്മുടെ മക്കള്, എൻ്റെ മക്കള് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അത് താൻ മക്കളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ടോ, അവർക്കൊന്നുമില്ല, അവർ താണ്ടാ ടെന്റിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും, താൻ ഇവിടെ കിടന്ന് ഉറങ്ങും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ കുട്ടികളെ ഒന്ന് കാണണം വിഷ്ണുവേട്ടാ. ഇവിടെ താൻ എന്തിനാണോ പേടിക്കുന്നത്? ഇത് നമ്മൾ റിസോർട്ട് ഭാഗമാണ്, ഇവിടെ അന്യരായിട്ടുള്ള ആൾക്കാരൊന്നും വരുത്തില്ല. ഇല്ല വിഷ്ണുവേട്ടാ, എനിക്ക് എന്നാലും എൻ്റെ കുട്ടികളെ ഒന്ന് കാണണം. അങ്ങനെ ശാലിനി വന്ന ടെന്റിനകം നോക്കുമ്പോൾ 2 മക്കളും വരച്ച ചിത്രങ്ങൾ മാത്രമുണ്ട്, കുഞ്ഞുങ്ങളെ കാണാനില്ല. ശാലിനി ഭയന്ന് അലറി നിലവിളിക്കുവാണ്. സത്യേ, പപ്പി, വിഷ്ണുവേട്ടാ, എൻ്റെ മക്കൾ ഇതിനകത്തില്ല. വിഷ്ണുവേട്ടാ നോക്ക്, ടെന്റ് തുറന്നു കിടക്കുക, അവരെവിടെ പോയെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ശാലിനി കരയുവാണ്. ശാലിനി, അവരെവിടെ പോകാനാ, അവരിവിടെ തന്നെ കാണാം, നിക്ക് ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണുവും ശാലിനിയുടെ പുറകെ ഓടുവാണ്. വിഷ്ണുവേട്ട, നമ്മുടെ മക്കള്, ശാലിനി ഒരു പ്രാന്തിയെ പോലെ അലറുവാണ്. ഇവിടെ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവരിവിടെ എവിടെയെങ്കിലും കാണും. വിഷ്ണുവേട്ട, എൻ്റെ മക്കൾ എവിടെ എന്നും പറഞ്ഞ് ശാലിനി പ്രാന്തിയെ പോലെ നടന്ന് വീണ്ടും അലറുവാണ്. ആ മലദൈവങ്ങളെ വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ടാണ് വിഷ്ണുവും ശാലിനി അവരുടെ കാറ് പാർക്ക് ചെയ്ത്. അവർ ഓടി വരുവാണ്. ഓടി വന്ന് കാറ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് മക്കൾ കാണുമെന്ന് നോക്കുമ്പോൾ മക്കളെ അവിടെ കാണാനില്ല. അപ്പോൾ ഫ്രണ്ട്സ്, മുൻകൂട്ടി വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ചായിരിക്കും ആ ഒരു സന്യാസി അവരോട് പറഞ്ഞത്. ആ സന്യാസിയുടെ വാക്കുകളെ അല്പം പോലും മര്യാദ കൊടുക്കാതെ അവഗണിച്ച് പോയില്ലേ, അതിൻ്റെ ശിക്ഷയായിരിക്കും ഇന്ന് വിഷ്ണുവും ശാലിനിയും അനുഭവിക്കുന്നത്. ഇനി വിഷ്ണുവും ശാലിനിയും ചെന്ന് ആ മലദൈവങ്ങളുടെ അടുത്ത് ചെന്ന് കരഞ്ഞപേക്ഷിച്ച് പ്രായച്ചിത്തം ചെയ്യുമോ? സത്യമോളെയും പപ്പിമോളെയും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളയൊക്കെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.